ഹലോ നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൂപ്പർ ടേസ്റ്റിലൊരു ബീഫ് റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 4 വലിയ പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും നന്നായിട്ട് പഴുത്ത ഒരു വലിയ സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും 3 ഗ്രാമ്പുവും 2 ഏലക്കായും വേണം. പിന്നെ മസാലപ്പൊടികളായിട്ട് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം വറുത്തിട്ട് അരച്ചെടുക്കാനുള്ള കൂട്ടാണ്. ഇതല്ലാതെ നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും, ഞാനിവിടെ 1.5 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് വേണ്ടുന്ന ബീഫ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും എണ്ണയുമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണയും ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പെരുംജീരകവും കുരുമുളക് ഏലക്കയും ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കണം. എണ്ണ ഒരുപാട് ചൂടാവാണ്ട് നോക്കണം, കാരണം ഒത്തിരി ചൂടാവുകയാണെങ്കിൽ ഈ കുരുമുളക് പൊട്ടിത്തെറിച്ച് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഇതിനെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. സാധാരണ ബ്രൗൺ നിറത്തിലാവുന്ന വരെയൊന്നും സവാള നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ മസാല നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ പട്ടയും തക്കോലം ഒന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഗരം മസാല ചേർത്ത് കൊടുത്തത്. അപ്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെയും പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് മസാലകളെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മസാലകളെല്ലാം ഇതിലേക്ക് പിടിച്ചിട്ടൊന്ന് നിറം മാറുന്ന വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ നിറമൊക്കെ ഒന്ന് ഡാർക്കായിട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ചിട്ട് ഇതിനെ അടച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടപ്പ് അടച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തക്കാളി ഇതേപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം. അപ്പം മിക്സിയിലിട്ട് അരച്ചെടുത്ത പേസ്റ്റാണിത്. ഇതിനെ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിലേക്ക് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും ബീഫിന് വേണ്ടുന്ന ഉപ്പും കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ബീഫിൽ എല്ലായിടത്തും ഈ മസാല പിടിക്കണം. ഇനി നമുക്ക് ഈ ബീഫിനെ ഒന്ന് പ്രഷർ കുക്കർ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ബീഫിന് പല സ്ഥലത്തും പല വേവാ വരിക. എനിക്കിവിടെ കിട്ടിയിട്ടുള്ള ബീഫ് ഞാൻ ലോ ഫ്ലെയിമിൽ 3 വിസിലടിക്കുമ്പോൾ വേവാറുണ്ട്. ഞാൻ അങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബീഫിനുള്ളിൽ തന്നെ വെള്ളമുണ്ട്, അത് വെച്ചിട്ട് തന്നെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബീഫ് ഒന്ന് കുക്കറിൽ വെച്ചിട്ട് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഇത് റോസ്റ്റ് ആക്കാനുള്ള കുറച്ച് മസാല കൂടി റെഡിയാക്കണം. വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമുക്കിത് ബീഫ് റോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഇട്ട് നമുക്കിതിലേക്ക് ഒന്ന് ഇളക്കിയെടുക്കണം. തേങ്ങാക്കൊത്തിന് നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ തേങ്ങാക്കൊത്തിനൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് വറുത്ത് വരുമ്പോൾ നമുക്ക് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റോസ്റ്റിന് വേണ്ടിയിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളി ഈ എണ്ണയിൽ കിടന്നൊന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സവാളയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതിനെ വറുത്തെടുക്കണം. അതായത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ നമുക്ക് ഈ സവാളയും വറുത്തെടുക്കണം. നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതായത് ഈ സവാളയ്ക്ക് വേണ്ടുന്ന ഉപ്പ് മതി, കാരണം നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, മസാലയിലും ഉപ്പുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ലേശം ഉപ്പേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം.
റെഡി ആയിട്ടുണ്ട്. ഉള്ളി ഇതേപോലെ ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് ഞാൻ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫിലെ വെള്ളം ഫുള്ളായിട്ട് ഇതിൽ ഇട്ട് ഇളക്കി വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഇളക്കി നമുക്ക് നല്ലൊരു ബീഫ് റോസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ചായി. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ വരട്ടിയെടുക്കണം. കുറച്ച് ഇങ്ങനെ നല്ല ഗ്രേവി പോലെ വേണ്ടവർക്ക് ഈ സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. എടുക്കാം, നിങ്ങൾക്ക് മതിയാക്കി എടുക്കാം. എനിക്ക് പക്ഷേ കുറച്ചും കൂടി ഒന്ന് ഇത് കണക്ക് ബീഫൊക്കെ മാറി കിട്ടണം, നന്നായിട്ടൊരു റോസ്റ്റ് ആയിട്ട് കിട്ടണം. അതുകൊണ്ടാണ് കുറച്ച് നേരം കൂടി ഇട്ട് വരട്ടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലയും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളക് ഈ സമയത്ത് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ പച്ചമുളക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ഇതിനെ കുറേ സമയം കൂടി ഇട്ട് ഇതേപോലെ ഇളക്കി നമുക്കൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, ഇതിന് കുറച്ച് സമയമെടുക്കും. എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. The time